നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ലിബറലിസം, ക്ലാസിക്കൽ, മോഡേൺ ആൻഡ് നിയോ ക്ലാസിക്കൽ എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മൾ ലിബറലിസം എന്ന സങ്കല്പത്തെ, ആശയത്തെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ലിബറലിസം എന്ന വാക്കിന്റെ അർത്ഥം, അല്ലെങ്കിൽ ലിബറലിസത്തിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അപ്പൊ ലിബറലിസം എന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തെയും താല്പര്യങ്ങളെയൊക്കെ മുൻനിർത്തി അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക സിദ്ധാന്തത്തെയാണ് നമ്മൾ ലിബറലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തത്വം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യവാഞ്ചയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ചിന്തയും ഒക്കെയാണ്. ഒരു വ്യക്തിക്ക് പ്രാധാന്യം നൽകുക, വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വ്യക്തിയിലൂടെ സമൂഹം, സമൂഹത്തിലൂടെ രാഷ്ട്രം, അങ്ങനെ ഒരു ആത്യന്തികമായിട്ട് സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകുന്നു. വളരെ ലിബറൽ ആയിട്ടുള്ള ആശയങ്ങളാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ നമുക്ക് ലിബറലിസത്തിന്റെ മുഖ്യ സങ്കല്പങ്ങൾ, മെയിൻ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് വ്യക്തി സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വൽ ലിബർട്ടി തന്നെയാണ്. വ്യക്തിക്ക് തന്റെ ജീവിതം ഏറ്റവും അനുഗുണമായിട്ട് ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, അങ്ങനെ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള ഒരു രീതി. ദെൻ നിയമത്തിന്റെ ആധിപത്യം, റൂൾ ഓഫ് ലോ ആണ് മറ്റൊന്ന്. എല്ലാവരും തുല്യരാണ്. അതായത് ഈ നിയമത്തിന് മുൻപിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പരിഗണന ലഭിക്കുന്ന ഒരു സിസ്റ്റം, അതാണ് ലിബറലിസത്തിന്റെ മറ്റൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ബിലീഫ് ഇൻ ഡെമോക്രസി ആണ്, ജനാധിപത്യത്തിലുള്ള വിശ്വാസമാണ്. ജനങ്ങളുടെ സമ്മതം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭരണരീതി, അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പോപ്പുലർ സോവറിനിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ജനങ്ങളുടെ പരമാധികാരം, ജനങ്ങളുടെ വില്ലിനനുസരിച്ചിട്ടുള്ള, മെജോറിറ്റിയുടെ വില്ലിനനുസരിച്ചിട്ടുള്ള ഒരു ഭരണം. ദെൻ ക്യാപിറ്റലിസം ആണ് മറ്റൊന്ന്. സ്വകാര്യ ഉടമസ്ഥതയും സ്വതന്ത്ര വിപണിയും എന്നത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട, ലിബറലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ്. ദെൻ ടോളറൻസ് ഓഫ് ആൻഡ് റിലീജിയസ് ഫ്രീഡം ആണ് മറ്റൊന്ന്. ഒരു സഹിഷ്ണുതയും മതത്തിന്, മതസ്വാതന്ത്ര്യം അല്ലെ, മതേതരത്വം, ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ, മതസ്വാതന്ത്ര്യം അനുവദിച്ച് ലഭിക്കുന്ന ഒരു അവസ്ഥ. എല്ലാ മതവും, ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ടോളറൻസും അതുപോലെ റിലീജിയസ് ഫ്രീഡം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ മറ്റൊന്ന് ഇക്വാലിറ്റി ആണ്, നിയമത്തിന് മുൻപിലുള്ള സമത്വത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ പൗരന്മാർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന സാഹചര്യം. ദെൻ നമ്മൾ ടൈപ്സ് ഓഫ് ലിബർട്ടി ആണ് നോക്കുന്നത്. ക്ലാസിക്കൽ ലിബറലിസം ആണ് ഒന്ന്. വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും വലിയ മൂല്യം കൽപ്പിക്കുന്ന ഒരു രീതിയാണ് ലിബറലിസം, ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. ഇനി ഇത് സ്റ്റേറ്റിന്റെ ഇന്റർഫിയറൻസിനെ, അതായത് വ്യക്തികളുടെ ജീവിതത്തിൽ ഭരണകൂടത്തിന്റെ ഇടപെടലുകളെ പരിമിതപ്പെടുത്തണമെന്ന് വാദിക്കുന്ന ഒരു തിയറി കൂടിയാണ്. നമുക്കറിയാം ലേസസ് ഫെയർ സിദ്ധാന്തമൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലേസസ് ഫെയർ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? ലെസ് ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റേറ്റ്, മോർ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ്. സ്റ്റേറ്റ് ഏറ്റവും പരിമിതമായിട്ട് ഇടപെടുക, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മാത്രം വ്യക്തികളുടെ കാര്യത്തിൽ ഇടപെടുക, അപ്പോഴാണ് വ്യക്തികൾക്ക് ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്നാണ് ലേസസ് ഫെയറിസ്റ്റുകളുടെ ഒരു സിദ്ധാന്തം, അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിദ്ധാന്തത്തോട് ഇത് അടുത്ത് നിൽക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ പ്രതിനിധികൾ എന്ന് പറയുന്നത് ജോൺ ലോക്കും അതുപോലെ ആഡം സ്മിത്തും ഒക്കെയാണ്. ഇക്കണോമിക്സിൽ ഈ ഒരു സിദ്ധാന്തം കൊണ്ടുവരുന്നത് ആഡം സ്മിത്ത് ആണെന്ന് നമുക്ക് അറിയാം. ഇനി അതുപോലെ തന്നെ ഒരു മോഡേൺ ലിബറലിസം, അതായത് സാമൂഹിക നീതി, സമത്വം, അതുപോലെ തന്നെ വെൽഫെയർ സ്റ്റേറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയത്തെ കൂടിയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പൊ ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ സാമ്പത്തിക സാമൂഹിക വിഷയങ്ങളിലൊക്കെ അനുവദനീയമാണെന്ന് അപ്പോൾ ഈ ഒരു സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നു. ഇതിന്റെ പ്രതിനിധികൾ TH ഗ്രീനും ജോൺ റൗൾസും ഒക്കെയാണ്. ഇനി പ്രധാനപ്പെട്ട മറ്റു ലിബറൽ ചിന്തകര് ജോൺ ലോക്കിന്റെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ലോക്ക് നിലകൊള്ളുന്നത്. ആഡം സ്മിത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം, വിപണിയുമായി ബന്ധപ്പെട്ട ആശയങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ആഡം സ്മിത്ത് നിലനിൽക്കുന്നത്. ദെൻ ജെയിംസ് മില്ലാണ്
അത് ജെയിംസ് മില്ല് വളരെ ഉദാത്തമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അതുപോലെ തന്നെ ഗ്രീൻ ആണ് മറ്റൊന്ന്, ടി എച്ച് ഗ്രീൻ സാമൂഹിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് ആണ് വെക്കുന്നത്. നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ലിബറലിസം ആണ് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്. അപ്പൊ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന രൂപം ഒരുക്കിയിരിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒക്കെ എന്താണ്, ഈ ഒരു ലിബറലിസത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ ഒരു പരിധികളും പരിമിതികളും ഒന്നുമില്ലാത്ത ആ ഒരു ജനങ്ങളുടെ മേലെ അധികാരം ഇമ്പോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ആ പവർ ഉണ്ട്, അധികാരമുണ്ട്, അതിനെ ചുരുക്കുന്നത് ഈ പറയുന്ന ലിബറലിസത്തിന്റെ പ്രാധാന്യമാണ്. ഭരണകൂടത്തിന് ജനങ്ങളുടെ മേലെ കുതിര കയറാനുള്ള സ്വാതന്ത്ര്യം ഒന്നും നൽകുന്നില്ല. ചെറിയൊരു കടിഞ്ഞാണ് അവിടെയും ഉണ്ട്. അപ്പൊ ഭരണകൂടത്തിന് കടിഞ്ഞാണിടുന്നത് ലിബറലിസം ആണ്. അതുപോലെ തന്നെ സാമൂഹിക പരിഷ്കരണങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും ഒക്കെ ഒരു ദിശാനിർദ്ദേശം, ഒരു മാർഗനിർദ്ദേശം നൽകുന്നതും ഈ ലിബറലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ ക്ലാസിക്കൽ ലിബറലിസം ആണ് മറ്റൊന്ന്. ക്ലാസിക്കൽ ലിബറലിസം എന്നത് നമുക്കറിയാം ഒരു 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, 17-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തും 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തുമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ആശയമാണ്, രൂപം കൊണ്ട ഒരു ആശയമാണ് ഇത്. ഇത് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലിബറലിസത്തെ കുറിച്ച് പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്. എന്താണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിനും പരിമിതമായിട്ടുള്ള ഭരണകൂടത്തിന്റെ ഇന്റർഫിയറൻസിനും അതുപോലെ ഒരു ഫ്രീ മാർക്കറ്റ്, സ്വതന്ത്ര വിപണിക്കും സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ റൈറ്റ്സ് അനുവദിച്ച് നൽകണമെന്നും ഒക്കെ വാദിക്കുന്ന ഒരു ലിബറലിസത്തിന്റെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള ഒരു വകഭേദമാണ് ക്ലാസിക്കൽ ലിബറലിസം അല്ലെങ്കിൽ നിയോ ലിബറലിസം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മുഖ്യ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലിബർട്ടി തന്നെയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് തന്നെയാണ്. വ്യക്തിക്ക് സ്വാതന്ത്ര്യം, ഉദാത്തമായിട്ടുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, സർക്കാരുകളുടെ ഇടപെടലുകൾ കുറയ്ക്കണമെന്നും സ്വതന്ത്ര വിപണി, ഫ്രീ മാർക്കറ്റ്, സർക്കാർ നിയന്ത്രണങ്ങളില്ലാത്ത സ്വതന്ത്രമായിട്ടുള്ള ക്രയവിക്രയങ്ങളിലും ധനവിനിയോഗത്തിലും ഒക്കെ ഏർപ്പെടാൻ ലഭിക്കുന്ന അവകാശം. മറ്റൊന്ന്, ഇത് ആഡം സ്മിത്ത് ആണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഒരു ഇൻവിസിബിൾ ഹാൻഡ് എന്നൊരു സിദ്ധാന്തമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം കോയിൻ ചെയ്തിരുന്നു. ഇനി നാച്ചുറൽ റൈറ്റ്സ് ആണ് മറ്റൊന്ന്. വ്യക്തിക്ക് ജന്മസിദ്ധമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. അത് ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ സമ്പത്തിനും പിന്നെ സന്തോഷത്തിനൊക്കെയുള്ള അവകാശങ്ങൾ നമ്മൾ ജോൺ ലോക്കിന്റെ പേരൊക്കെ മുൻ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് മറ്റൊന്ന്. വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. ഒരു വ്യക്തിക്ക് തന്റെ തീരുമാനങ്ങൾക്കുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതായത് ഈ കടമകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഉത്തരവാദിത്തങ്ങൾ. അതുപോലെ ലിബറലിസം എന്ന് പറയുമ്പോൾ വ്യക്തിക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകുന്നു എന്ന് പറയുമ്പോഴും അവിടെയും ഒരു കടിഞ്ഞാണുണ്ട്. അതായത് ഓരോ വ്യക്തിക്ക് അവകാശങ്ങൾ ഉള്ളതുപോലെ ഉത്തരവാദിത്വവും ഉണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ ചില റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി ആണ് ഈ സ്വാതന്ത്ര്യത്തിന്റെ നെഗറ്റീവ് ടേമിൽ നിന്നും വ്യക്തികളെ ഒന്ന് പിടിച്ചു നിർത്തുന്നത്. അതായത് ഒരു വിപ്പിംഗ് ഫോഴ്സ് ആയിട്ട് നിലനിൽക്കുന്നത്. ദെൻ ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം തന്നെയാണ് ഒന്നാമത്തേത്. 2, ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത്. 3, സ്വകാര്യ സമ്പത്തിന്റെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക, അതിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. ദെൻ വാണിജ്യത്തിലുള്ള സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുക. ഇനി മറ്റൊന്നാണ് നിയമത്തിന്റെയും നീതിയുടെയൊക്കെ ആധിപത്യം ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഇനി ഇതിന്റെ ഒരു കോണ്ടംപററി റെലവൻസ് എന്താണെന്ന് നോക്കാം. അതായത് സമകാലികമായിട്ടുള്ള അതിന്റെ ഒരു പ്രസക്തി. ഇന്ന് ഒരു നിയോ ലിബറലിസം എന്ന ഒരു രൂപത്തിലാണ് ഈ ക്ലാസിക്കൽ ലിബറലിസം. പല രൂപത്തിലും അത് നമ്മുടെ സൊസൈറ്റിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വകാര്യവൽക്കരണം, ലേസസ് ഫെയർ സിദ്ധാന്തം, ഈ ലേസസ് ഫെയർ നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാർക്കറ്റ് തന്ത്രങ്ങള്, ഇതൊക്കെ. ഇനി അതുപോലെ തന്നെ നിയോ ക്ലാസിക്കൽ ലിബറലിസം എന്താണെന്ന് നോക്കാം. നിയോ ക്ലാസിക്കൽ ലിബറലിസം എന്നത് ക്ലാസിക്കൽ ലിബറലിസത്തിന്റെ ഏറ്റവും നൂതനമായിട്ടുള്ള, അതായത് 20th സെഞ്ചുറിയുടെ തുടക്കത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ് നിയോ ക്ലാസിക്കൽ ലിബറലിസം എന്ന് പറയുന്നത്. ഇത് ക്ലാസിക്കൽ ലിബറലിസത്തെക്കാളും ഒരു പടി കൂടി മുന്നോട്ട് നിൽക്കുന്ന ഒരു ആശയമാണ്. ഇതിന്റെ മുഖ്യ സങ്കല്പം ക്ലാസിക്കൽ ലിബറലിസം ഒക്കെ ആയിട്ട് വളരെയേറെ അടുത്ത് നിൽക്കുന്നു. വ്യക്തിക്ക് സ്വതന്ത്രമായിട്ട് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ സ്വതന്ത്രമായിട്ടുള്ള ഒരു അവകാശം, അതാണ്. അതുപോലെ ഭരണകൂടത്തിന്റെ ഇടപെടലിന് അത്
കടിഞ്ഞാണിടുന്നു. കൂടാതെ തന്നെ ഭരണകൂടങ്ങളുടെ അധികാരം പരിമിതപ്പെടുത്തുന്നുണ്ട്. സർക്കാർ വളരെ കുറഞ്ഞ ഇടപെടൽ മാത്രം, അല്ലെങ്കിൽ സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് വളരെ കുറവായിരിക്കണം, സർക്കാർ മേഖല വളരെ കുറച്ച് മേഖലകളിൽ മാത്രമേ ഇടപെടാൻ പാടുള്ളൂ തുടങ്ങിയത്. സുരക്ഷ, നിയമം, അതുപോലെ തന്നെ ഉടമസ്ഥാവകാശ സംരക്ഷണം, ഇതിലൊക്കെയാണ് സർക്കാർ ഇടപെടേണ്ടത്. ജനങ്ങളുടെ സുരക്ഷയും ജനങ്ങളുടെ സ്വത്തും ജീവനും ഒക്കെ സംരക്ഷിക്കുന്ന കാര്യത്തിലാണ് സർക്കാർ ഇടപെടേണ്ടതുള്ളൂ എന്ന് പറയുന്നു. കൂടാതെ സാമ്പത്തിക സ്വാതന്ത്ര്യം, എക്കണോമിക് ഫ്രീഡം എന്ന് പറയുന്നത് ഈ നിയോ ക്ലാസിക്കൽ ലിബറലിസം ഏറ്റവും അധികം മുന്നോട്ട് വെക്കുന്ന ഒരു തത്വമാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായ ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് ഇവര് അടിവരയിട്ട് പറയുന്നുണ്ട്. വ്യക്തിക്ക് വിജയത്തിലും പരാജയത്തിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുന്നതാണ് ഇത്. ഇനി ഇതിന്റെ ഒരു കോണ്ടംപററി റെലവൻസ് എന്ന് പറയുന്നത്, ലോകമാകെ ന്യൂ ലിബറലിസം എന്ന നിലയിൽ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഇത് സ്വകാര്യവൽക്കരണത്തെയൊക്കെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.